പ്രൈസ് ലോർഡ്. ബ്ലസ് പബ്ലിക്കേഷൻ അവതരിപ്പിക്കുന്ന ബ്ലസ് ബൈബിൾ കിസിലേക്ക് സ്വാഗതം. നാളെ കഴിഞ്ഞ് പുതിയ ബൈബിൾ കിസ് ആരംഭിക്കുകയാണ്. 1-ാം തീയതി വൈകിട്ട് 6 മണിക്ക് എല്ലാവരും പങ്കെടുക്കുക, മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുക, നിങ്ങളതിനു വേണ്ടി ഒരുങ്ങുക. വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നറിയാം. അതുപോലെ തന്നെ യൂട്യൂബിൽ ഇത്രയും നാൾ വന്ന് ഷോർട്സിലാണ് വന്നുകൊണ്ടിരുന്നത്, ഇനി വരുന്നത് വീഡിയോയിലാണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഷോർട്സിൽ കണ്ടുകൊണ്ടിരുന്നവർ ഇനി വീഡിയോയിലാണ് നിങ്ങൾ അടുത്ത ദിവസം മുതൽ സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുമല്ലോ. അടുത്ത കാര്യം, ഇന്നലെ പറഞ്ഞിരുന്നു, ബൈബിൾ കിസ് നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ചോ, അല്ല സബ്ജക്റ്റിനെക്കുറിച്ചാണെങ്കിൽ ഞങ്ങളോട് പറയുക, അല്ല ബൈബിളിലെ 10 അധ്യായം എഴുതുന്നവർക്ക് ഞങ്ങളൊരു ഒന്നുകിൽ സ്റ്റഡി ബൈബിൾ, അല്ലെങ്കിൽ ഓഡിയോ ബൈബിൾ, ഇതിൽ ഏതെങ്കിലും ഒരു സമ്മാനം നിങ്ങൾക്ക് ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. 10 അധ്യായത്തിൽ നിന്ന് എത്രത്തോളം ചോദ്യങ്ങൾ കളക്ട് ചെയ്യാമോ അതാണ് നമ്മൾ നോക്കുന്നത്. അത്രത്തോളം കളക്ട് ചെയ്യുക, അത്രത്തോളം നല്ല രീതിയിൽ എഴുതുക. ബൈബിൾ കിസ് തയ്യാറാക്കുന്നത് നേരിട്ടുള്ള ചോദ്യങ്ങൾ, അതുപോലെ ട്രിക്കി ക്വസ്റ്റ്യൻ, അതുപോലെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്നിവ ഉൾപ്പെടുത്തി ഏറ്റവും മനോഹരമായി നിങ്ങൾക്ക് 10 അധ്യായത്തിൽ നിന്ന് തയ്യാറാക്കാമെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. നിങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ ബന്ധപ്പെടുക. നമുക്ക് ഏകദേശം ഇപ്പോൾ പുറപ്പാട് പുസ്തകം കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത് ഓരോരുത്തർക്കും 10 അധ്യായം വീതമാണ് നൽകുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളവർ ഞങ്ങളെ ബന്ധപ്പെടുക. നിങ്ങൾക്ക് മറ്റ് മീഡിയകൾ ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾ കുറേ ചോദ്യങ്ങൾ തയ്യാറാക്കുക. അതുപോലെ ബൈബിൾ കിസ് പോലെയുള്ള മറ്റ് പുസ്തകങ്ങൾ ഉപയോഗിക്കുക. പക്ഷേ ഏറ്റവും കൂടുതൽ അതിലില്ലാത്ത ചോദ്യങ്ങൾ ഉൾക്കൊള്ളിക്കുക. അതിലാണ് ഞങ്ങൾ നോക്കുന്നത്. ഏറ്റവും കൂടുതൽ മാക്സിമം ശ്രമിക്കുക. നിങ്ങൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ തന്നെ എല്ലാവർക്കും ഇത്രയും ദിവസമുള്ള എല്ലാവർക്കും ഗിഫ്റ്റ് അയച്ചു കഴിഞ്ഞു. ഏകദേശം 8-10 ഗിഫ്റ്റുകൾ ആളുകൾ സ്ഥലത്തില്ലാത്തത് കൊണ്ട്, അതുപോലെ തന്നെ വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ട് റിട്ടേൺ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അവർക്ക് തിരിച്ചയക്കുന്നില്ല. അയക്കണമെങ്കിൽ അത് ഇനി മുമ്പ് കൊറിയറിൽ അയച്ചുകൊണ്ടിരുന്നത്, ഇനി അതിനുള്ള സാമ്പത്തികം തരണം. പുതിയതായിട്ട് പാക്ക് ചെയ്ത് അയക്കാനുള്ള ചിലവുകൾ നിങ്ങൾ വഹിക്കണം. അതുപോലെ തന്നെ ആനി റോയ്, ഇടുക്കിയിൽ എവിടെ നിന്നുള്ള ഒരു സഹോദരിയാണ് നമ്മുടെ പങ്കെടുക്കുന്ന, അവരുടെ സാധനം അവിടെ പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അവരെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ചെന്ന് വാങ്ങുവാൻ മറക്കരുത്. അതുപോലെ തന്നെ 1-ാം തീയതി നല്ല രീതിയിൽ പങ്കെടുക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.